ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ്. അതിൽ ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി കോൺട്രാക്റ്റ് എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സ്വാഗതം. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആൻഡ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ്. അതിൽ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അതേപോലെ ഗ്യാരണ്ടി എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അക്കോർഡിംഗ് ടു സെക്ഷൻ 124, എ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഈസ് എ കോൺട്രാക്ട് by which one party promises to save the other from the loss caused to him by the conduct of the promiser himself or by the conduct of any other person. ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി അല്ലെങ്കിൽ ഇൻഡെംനിഫൈ എന്നൊക്കെ പറയുന്നത് ഒരാൾക്കുണ്ടായ ഒരു വ്യക്തിക്കുണ്ടായ നഷ്ടം നികത്തുന്ന കോൺട്രാക്റ്റിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയാം. അതായത് ഒരു പാർട്ടിക്ക് നഷ്ടം സംഭവിച്ചാൽ അത് നികത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറ്റൊരാൾ ഫോം ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ് മറ്റൊരാൾ കോൺട്രാക്റ്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയാം. ഇതിനേറ്റവും വലിയൊരു എക്സാമ്പിളാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് നമുക്കറിയാം, നമുക്ക് നഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഇനി നോക്കുക, കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് കണ്ടിൻജന്റ് കോൺട്രാക്ട്സ്. It is entered into with the object of protecting the promisee against anticipated loss. അതായത് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റിന്റെ ഒരു പാർട്ടാണ്. കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ്. ഇത് ഈ ഒരു ഈവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റ് ആണ് കണ്ടിൻജന്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൽ നമ്മൾ പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഹാപ്പൺ. ആ ഒരു ഈവൻറ്റ് സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അപ്പം ആ ഒരു കണ്ടിൻജന്റ് കോൺട്രാക്റ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ശരിക്കും കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ഫ്യൂച്ചറിൽ ഒരു ലോസ്, ഒരു പാർട്ടിക്ക് ഒരു ലോസ് ഉണ്ടാവും എന്ന് കരുതി അല്ലെങ്കിൽ ആ ലോസ് ഉണ്ടാവുന്ന സമയത്ത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. It is entered into with the object of protecting the promisee against anticipated loss. പ്രോമിസിക്ക് ഉണ്ടാവുന്ന ആൻറ്റിസിപ്പേറ്റഡ് ലോസ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രോമിസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഫോം ചെയ്യുന്നത്. ദ കണ്ടിൻജൻസി അപ്പോൺ വിച്ച് ദ ഹോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഡിപ്പെൻഡ്സ് ഇൻ ദ ഹാപ്പനിങ് ഓഫ് ലോസ്. നമ്മൾ പറഞ്ഞു കണ്ടിൻജന്റ് കോൺട്രാക്ട് നമ്മൾ പറഞ്ഞത് ഒരു ഈവൻറ്റിൻ്റെ ഹാപ്പനിങ്ങിനെയാണ്. ഇതെന്ന് വെച്ചാൽ ലോസ് ഉണ്ടാവുന്നതിന് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നത്. The person who promises to make good the loss is called the indemnifier, and the person to whom the promise is made is called the indemnified or indemnity holder. അതായത് ആരാണോ നഷ്ടം നികത്താമെന്ന് പറയുന്നത് അവരെ നമ്മൾ ഇൻഡെംനിഫയർ, അല്ലെങ്കിൽ നമ്മളൊരു കേസിൽ ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. ഇനി ആർക്കാണോ ഈ ഒരു പ്രോമിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ നഷ്ടം നികത്തി കൊടുക്കുന്നത്, ഓക്കെ, അവരെ നമ്മൾ എന്ത് പറയുന്നു? ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നു. അപ്പോൾ ആരാണോ നഷ്ടം നികത്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ നികത്താമെന്ന് പറഞ്ഞ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് അവരെ ഇൻഡെംനിഫയർ എന്നും, ഇനി ആർക്കാണോ നഷ്ടം ഉണ്ടാവുന്നത് ആ വ്യക്തിനെ നമ്മൾ ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ ഇൻഡെംനിഫൈഡ് എന്നും പറയുന്നു. എ കോൺട്രാക്ട് ഓഫ് ജനറൽ ഇൻഷുറൻസ് ഇസ് എ പോപ്പുലർ എക്സാമ്പിൾ ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി. നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് എന്ന്, ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എ ഫയൽസ് എ സ്യൂട്ട് അഗെയിൻസ്റ്റ് ബി ഫോർ ദ റിക്കവറി ഓഫ് ലോൺ ഓഫ് ₹10,000. സി enters into an agreement with B and promises to compensate B from the consequences of such court proceedings. അതായത് എ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബിക്കെതിരായിട്ട് കോടതിയിലൊരു കേസ് ഫയൽ ചെയ്യാണ്. എന്ന് വെച്ചാൽ ബി ഒരു 10,000 രൂപ ലോൺ എടുത്തത് എക്ക് തിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ബി തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് ആണ് എ ബിക്കെതിരെ എന്ത് ചെയ്യുന്നത്, കേസ് ഫയൽ ചെയ്യുന്നത്. സി enters into an agreement with B and promises to compensate B from the consequences of such court proceedings. അതായത്
ഈ ഒരു കേസിൽ സി ബിയുമായിട്ടൊരു ഒരു എഗ്രിമെന്റിൽ എത്തുവാണ്. അതായത് കോർട്ടിൽ നിന്നുള്ള പ്രൊസീഡിങ്സ് കാരണം എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അത് സി എന്ത് ചെയ്യും, ബിക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ എത്തുവാണ്. അപ്പോൾ ഇവിടെ സി ആണ് ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്. അതായത് ആരാണോ നഷ്ടം നികത്തുന്നത് അവരാണ് ഇൻഡെംനിഫയർ. അപ്പോൾ ഈ കേസിൽ സി ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബിക്ക് ഉണ്ടായ നഷ്ടം നികത്തി കൊടുക്കുന്നത് സി ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ സി ആണ് ഇൻഡെംനിഫയർ, ബി ആണ് ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ. ബിക്കാണ് ഈ ഒരു കേസിൽ നഷ്ടമുണ്ടായത്. അതായത് ഇവിടെ എ എന്ത് ചെയ്തു, ബിക്ക് എതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. ആ ലോണിൻ്റെ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോർട്ടിൽ നിന്നുള്ള വിധി പ്രകാരം എന്ത് ചെയ്യേണ്ടി വരും, ബിക്ക് ഈ ഒരു പൈസ എക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷം ബിക്ക് ഉണ്ടാവുന്ന കോർട്ട് പ്രൊസീഡിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ നഷ്ടം നികത്താമെന്ന് പറഞ്ഞാണ് സി ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത്. അപ്പോൾ സി ആണ് ഇവിടെ ഇൻഡെംനിഫയർ എന്ന് പറയുന്നത്, ബിക്കാണ് ഇവിടെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ബി ആണ് ഇൻഡെംനിറ്റി ഹോൾഡർ അല്ലെങ്കിൽ എന്ത് പറയും, നമ്മൾ ഇൻഡെംനിഫൈഡ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാനുള്ളത് റൈറ്റ്സ് ഓഫ് ദ ഇൻഡെംനിറ്റി ഹോൾഡർ വെൻ സ്യൂഡ്. അതായത് ഇൻഡെംനിറ്റി ഹോൾഡർക്കെതിരെ ഒരാൾ കേസ് കൊടുക്കുന്ന സമയത്ത് ഇൻഡെംനിറ്റി ഹോൾഡർക്കുള്ള റൈറ്റ്സ് ആണ് പറയുന്നത്. ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഈ നഷ്ടം ഉണ്ടാവുന്നത് അവരെയാണ് ഇൻഡെംനിറ്റി ഹോൾഡർ എന്ന് പറയുന്നത്. The indemnity holder is entitled to exercise the following rights against the indemnifier. അതായത് ഇൻഡെംനിഫയർക്കെതിരായിട്ട് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന്, ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഓൾ ഡാമേജസ് വിച്ച് ഹി മേ ബി കമ്പൽഡ് ടു പേ. അതായത് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡെംനിറ്റി മൂലം എന്തെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടമൊക്കെ ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ഇൻഡെംനിഫയറിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഈ ഒരു ഇൻഡെംനിറ്റി കാരണം അല്ലെങ്കിൽ ഇൻഡെംനിറ്റി മൂലം എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഇൻഡെംനിറ്റി ഹോൾഡർക്ക് അതിൽ നിന്ന് വാങ്ങാം, ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. ദെൻ ഹി ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഓൾ ദ എക്സ്പെൻസ് റീസണബിളി ഇൻകേർഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ സ്യൂട്ട്. രണ്ടാമത്തെ കേസ് പറയുന്നത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലവ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചിലവ് ആരിൽ നിന്ന് വാങ്ങാം, ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങാം. മൂന്നാമത്തെ കേസ് പറഞ്ഞാൽ ഹി ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ഓൾ എമൗണ്ട്സ് വിച്ച് മേ ബി പെയ്ഡ് അണ്ടർ എ കോംപ്രമൈസ് എഗ്രിമെൻറ്റ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചിലവും ആരിൽ നിന്ന് വാങ്ങാം, ഇൻഡെംനിഫയറിൽ നിന്ന് വാങ്ങാം. അതായത് ഈ കേസ് കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചിലവൊക്കെ ഇൻഡെംനിഫയറിൽ നിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 3 റൈറ്റ്സ് ആണ് ഇൻഡെംനിറ്റി ഹോൾഡർക്ക്. സ്പെഷ്യൽ കോൺട്രാക്ട്സിൻ്റെ സെക്കൻഡ് ടൈപ്പാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഷുവർട്ടിഷിപ്പ് എന്ന് പറയുന്നത്. നോക്കാം, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. A contract of guarantee is entered into with the object of enabling a person to get a loan or goods on creditor and employment. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഷുവർട്ടിഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ടേമാണ് ജാമ്യം നിൽക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ജാമ്യം നിൽക്കേണ്ടി വരും. മറ്റൊരാൾ എന്ത് ചെയ്യേണ്ടി വരും, ജാമ്യമായിട്ട് നിൽക്കേണ്ടി വരും. എന്താണ് ഈ ജാമ്യം നിൽക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരാൾ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന വ്യക്തി എന്ത് ചെയ്യില്ല, ലോൺ എടുക്കുന്ന വ്യക്തിനെ നമുക്ക് പ്രിൻസിപ്പാൾ ഡെപ്റ്റർ എന്ന് പറയാം. ഈ ലോൺ എടുക്കുന്ന വ്യക്തി ഈ ഒരു ലോണിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യണം, തിരിച്ചടക്കേണ്ടി വരും. തിരിച്ചടക്കാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് തിരിച്ചടക്കേണ്ടി വരിക ഈ ജാമ്യം നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അതായത് പ്രിൻസിപ്പാൾ ഡെപ്റ്റർ ഈ എമൗണ്ട് തിരിച്ചടക്കുന്നില്ലെങ്കിൽ ജാമ്യം നിന്ന വ്യക്തിയാണ് ഈ ഒരു എമൗണ്ട് തിരിച്ച് ബാങ്കിലേക്ക് അടക്കേണ്ടി വരിക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ജാമ്യം നിൽക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലയബിലിറ്റി ഉള്ള ഒരാൾ ചെയ്യേണ്ട ലയബിലിറ്റിയാണ് എന്ത് ചെയ്യുക, അവർ വാങ്ങിയ എമൗണ്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് അയാൾ ചെയ്യുന്നില്ലെങ്കിൽ ആരാണോ ജാമ്യം നിൽക്കുന്നത് ആ വ്യക്തി അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, അതായത് പ്രിൻസിപ്പാൾ ഡെപ്റ്റർ ഈ എമൗണ്ട് തിരിച്ചു തരുന്നില്ലെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞാണ് മറ്റൊരാൾ ജാമ്യം നിൽക്കുന്നത്. അപ്പോൾ ഈ ജാമ്യം നിന്ന വ്യക്തി എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു പൈസ കൊടുക്കേണ്ടി വരും. നോക്കാം, എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് എ കോൺട്രാക്ട് ടു പെർഫോം ദ പ്രോമിസ് ഓർ ഡിസ്ചാർജ് ദ ലയബിലിറ്റി ഓഫ് എ തേർഡ് പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിഫോൾട്ട്. അതായത് ഒരു വ്യക്തി, ലയബിലിറ്റി ഉള്ള വ്യക്തി ഡിഫോൾട്ട് വരുത്തുന്ന സമയത്ത്
ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി അത് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഈസ് entered into with the object of enabling a person to get a loan or goods on credit or on employment. ഒന്നുകിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങാനോ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ജാമ്യം നിൽക്കുക അല്ലെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫോം ചെയ്യുക. ഇനി നോക്കുക, ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ദ ഷുവേർട്ടി. ആരാണോ ജാമ്യം നിൽക്കുന്ന വ്യക്തി അവരെ നമ്മൾ ഷുവേർട്ടി എന്നാണ് പറയാം. ദ പേഴ്സൺ ഹു ഗിവ്സ് ദ ഗ്യാരണ്ടി ഈസ് കോൾഡ് ദ ഷുവേർട്ടി. ഗ്യാരണ്ടി കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ജാമ്യം നിൽക്കുന്ന വ്യക്തിനെ നമ്മൾ ഷുവേർട്ടി എന്ന് പറയും. ദ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂസ് ഡിഫോൾട്ട് ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ആരാണോ ഇത് കടമെടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ ജാമ്യം നിൽക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ ഷുവേർട്ടി ജാമ്യം നിൽക്കുന്നത്, ആ വ്യക്തിനെ നമ്മൾ പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ആരാണ് കടമെടുക്കുന്ന വ്യക്തി അവരെയാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയാം. ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ദ ഗ്യാരണ്ടി ഈസ് ഗിവൺ ഈസ് കോൾഡ് ദ ക്രെഡിറ്റർ. അതായത് ഈ ഒരു ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കടം കൊടുക്കുന്ന വ്യക്തി അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കാണോ ജാമ്യം നിൽക്കുന്നത് ആ വ്യക്തിനെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കേസിൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ 3 പാർട്ടീസാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആരാണോ ജാമ്യം നിൽക്കുന്ന വ്യക്തി അവരെ നമ്മൾ ഷുവേർട്ടി എന്ന് പറയും. ഇനി ആരാണോ ഡീഫോൾട്ട് വരുത്തുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജാമ്യം നിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ എമൗണ്ട് കടം വാങ്ങുന്നത് ആ വ്യക്തിനെ നമ്മൾ എന്ത് പറയും, പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയും. ഇനി ആർക്കാണോ നമ്മൾ ജാമ്യം കൊടുക്കുന്നത് ആ വ്യക്തിനെ നമ്മൾ ക്രെഡിറ്റർ അല്ലെങ്കിൽ ഈ പൈസ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് കൊടുക്കുന്ന വ്യക്തിനെ നമ്മൾ എന്ത് പറയും, ക്രെഡിറ്റർ എന്ന് പറയും. ഈ 3 പാർട്ടീസും ഉള്ള കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ആദ്യം കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലാണ്. പക്ഷെ ഒരു തേർഡ് പേഴ്സൺ ആയ ഷുവേർട്ടി എന്ത് ചെയ്യുന്നു, ഇതിന് ജാമ്യം നിൽക്കുന്നു അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവർ 3 തമ്മിലുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ അഡ്വാൻസസ് എ ലോൺ ഓഫ് ₹5,000 to B and C promises to A that if B does not repay the loan, C will make payment. This is a contract of guarantee. Here B the principal debtor, A is the creditor and C is the surety to guarantor. അതായത് എ എന്ത് ചെയ്യുന്നു വെച്ചാൽ 5,000 രൂപ ബിക്ക് കൊടുത്തു. അതിനുശേഷം സി പ്രോമിസ് ചെയ്യാണ്, എയോട് പ്രോമിസ് ചെയ്യാണ്, എ ആണ് 5,000 രൂപ ബിക്ക് കൊടുക്കുന്നത്. അപ്പോൾ സി എയോട് പ്രോമിസ് ചെയ്യാണ് ബി ഈ ഒരു എമൗണ്ട് റീപേ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, സി ഈ ഒരു എമൗണ്ട് തരും അല്ലെങ്കിൽ സി എന്ന് പറയുമ്പോൾ ഞാൻ എമൗണ്ട് തരുമെന്ന് സി എയോട് പറയുകയാണ്. അതായത് എ ബിക്ക് 5,000 രൂപ കൊടുത്തു. അതിനുശേഷം ബി ആണ് ഈ ഒരു എമൗണ്ട് എക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ സി പറയാണ് ബി തിരിച്ചു തന്നില്ലെങ്കിൽ സി എന്ന് പറയുന്ന ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് തിരിച്ചു തരുമെന്ന് സി എയോട് പറയാണ്. അപ്പോൾ ഈ ഒരു കേസിൽ സി എന്ത് ചെയ്തു, പേയ്മെൻറ്റ് നടത്തി. സി എന്ത് ചെയ്തു, എക്ക് പേയ്മെൻറ്റ് നടത്തി. അതായത് ബി ഡിഫോൾട്ട് വരുത്തി ആ ഒരു കേസിൽ സി എക്ക് പേയ്മെൻറ്റ് ഈ ഒരു 5,000 രൂപ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കിയേ, ആരാണ് ക്രെഡിറ്റർ, ആരാണ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ആരാണ് ഷുവേർട്ടി. എ ബിക്ക് 5,000 രൂപ കൊടുത്തു. അപ്പോൾ എ ആണ് ക്രെഡിറ്റർ, എ ആണ് എമൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എ ആണ് ക്രെഡിറ്റർ. ഇനി ബിക്ക് വേണ്ടിയിട്ടാണ് സി എന്ത് ചെയ്യുന്നത്, ജാമ്യം നിൽക്കുന്നത്. സി ആണ് ജാമ്യം നിൽക്കുന്ന വ്യക്തി അല്ലേ. സി ആണ് ഈ 5,000 രൂപ ബി തന്നില്ലെങ്കിൽ തരാമെന്ന് പറയുന്നത്. അപ്പോൾ സി ആണ് ജാമ്യം നിൽക്കുന്നത്. അപ്പോൾ സി ആണ് ഷുവേർട്ടി. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ് സി അവിടെ ജാമ്യം നിന്നത്, ബിക്ക് വേണ്ടിയിട്ടാണ് സി അവിടെ ജാമ്യം നിന്നത്. അപ്പോൾ ബീനെ നമുക്ക് എന്താ പറയാം, പ്രിൻസിപ്പൽ ഡെപ്റ്റർ എന്ന് പറയാം. അപ്പോൾ ബി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഡെപ്റ്റർ, എ എന്ന് പറഞ്ഞ ക്രെഡിറ്റർ, സി എന്ന് പറഞ്ഞാൽ ഷുവേർട്ടി. ഇത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി. ഒന്ന്, എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട്. അതായത് നമുക്കറിയാം ഇത് നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഷുവർട്ടിഷിപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സ് സെക്ഷൻ 10 പറയുന്ന എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് തന്നെയാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട്. എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മസ്റ്റ് ഹാവ് ഓൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു സാധാരണ കോൺട്രാക്റ്റ് വാലിഡ് ആവണമെങ്കിൽ
സെക്ഷൻ 10 പറയുന്ന കുറച്ച് എസെൻഷ്യൽ എലമെൻറ്റ്സ് ഉണ്ട്. ഈ എസെൻഷ്യൽ എലമെൻറ്റ്സ് മൊത്തം ഏതും ഫുൾഫിൽ ചെയ്യണം, ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫുൾഫിൽ ചെയ്യണം. അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്ന കോൺട്രാക്റ്റാണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എല്ലാം ഏത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് കേസ് 3 പാർട്ടീസ് ആണ്. നമുക്കറിയാം ആരൊക്കെയാണ് 3 പാർട്ടീസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഉണ്ട്, ഷുവർട്ടി ഉണ്ട്. അപ്പോൾ there are 3 parties in a contract of guarantee, the principal debtor, creditor and the surety. ഇനി തേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ 3 കോൺട്രാക്ട്സ്. നമുക്കറിയാം 3 പാർട്ടീസ് ഉണ്ട്, 3 കോൺട്രാക്റ്റും ഉണ്ട്. കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലായിരിക്കും കോൺട്രാക്ട്? ഒന്ന് ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്ററും തമ്മിൽ, പിന്നെയോ പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ, പിന്നെയോ ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിൽ. ക്രെഡിറ്ററും പ്രിൻസിപ്പൽ ഡെപ്റ്റർ തമ്മിൽ, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ, ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിൽ. നോക്കുക, there are 3 contracts in a contract of guarantee. Contract between principal debtor and the creditor, contract between principal debtor and surety, contract between creditor and surety. ഓക്കെ, ഇവർ 3 കോൺട്രാക്റ്റും എവിടെയുണ്ട്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ട്. 3 പാർട്ടീസ് ഉണ്ട്. ഈ 3 പാർട്ടീസ് തമ്മിൽ 3 കോൺട്രാക്റ്റും നിലവിലുണ്ട്. Then liability in existence. There should be a real liability in existence in order to form a contract of guarantee. Thus, for the debt which is to be guaranteed is already time barred or void, the surety is not liable. അതായത് നിലവിൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ഡെപ്റ്റിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും, ഗ്യാരണ്ടി നിൽക്കാൻ വേണ്ടി ഷുവർട്ടിക്ക് പറ്റും. നിലവിലുള്ള ഡെപ്റ്റിന് മാത്രം, നിലവിലുള്ള കടത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗ്യാരണ്ടി നിൽക്കാൻ പറ്റും. ഇപ്പം നിലവിലുള്ള ലയബിലിറ്റിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഗ്യാരണ്ടി നിൽക്കാൻ പറ്റൂ. ഇനി ഓൾറെഡി ടൈം ഔട്ടായി പോയ അല്ലെങ്കിൽ വോയിഡ് ആയി പോയിട്ടുള്ള ലയബിലിറ്റിക്ക് ഒരിക്കലും നമുക്ക് ജാമ്യം നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നിലവിലുള്ള ലയബിലിറ്റിക്ക് മാത്രമേ ജാമ്യം നിൽക്കാൻ വേണ്ടി പറ്റൂ. ഇനി പ്രൈമറി ആൻഡ് സെക്കൻഡറി ലയബിലിറ്റി. ദ പ്രൈമറി ലയബിലിറ്റി ലൈസ് വിത്ത് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ. ദ ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് ഓൺലി സെക്കൻഡറി in the sense that is its liability arises only when the principal debtor fails to pay his debt. അതായത് നമുക്കറിയാം ഇവിടെ പ്രൈമറി ലയബിലിറ്റി എന്ന് പറയുന്നത് ആർക്ക് തന്നെയായിരിക്കും, അതായത് ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആർക്ക് തന്നെയാണ്, പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് തന്നെയാണ്. അതായത് ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ്. പ്രിൻസിപ്പൽ ഡെപ്റ്ററാണ് അത് തിരിച്ചു കൊടുക്കേണ്ടത്. പ്രിൻസിപ്പൽ ഡെപ്റ്റർ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മാത്രമേ ആര് കൊടുക്കണ്ടൂ, ഷുവർട്ടി കൊടുക്കണ്ടൂ. അപ്പോൾ പ്രൈമറി ലയബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആർക്ക് തന്നെയായിരിക്കും, പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് തന്നെയായിരിക്കും. സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ, ഷുവർട്ടിക്ക് കിട്ടുന്നുള്ളൂ. പ്രിൻസിപ്പൽ ഡെപ്റ്റർ കൊടുത്തില്ലെങ്കിൽ മാത്രമുള്ള സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ ആർക്കുള്ളൂ, ഷുവർട്ടിക്കുള്ളൂ. പ്രൈമറി ലയബിലിറ്റി എപ്പോഴും ഇതാദ്യം കൊടുക്കേണ്ടത് ആര് തന്നെയാണ്, പ്രിൻസിപ്പൽ ഡെപ്റ്റർ തന്നെയാണ്. അയാളാണ് പൈസ വാങ്ങുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് തന്നെയാണ് പ്രൈമറി ലയബിലിറ്റി. സെക്കൻഡറി ലയബിലിറ്റി മാത്രമേ ആർക്കുള്ളൂ, ഷുവർട്ടിക്ക് ഉള്ളൂ. ദെൻ writing or oral. A contract of guarantee may be oral or in writing, but under the English law, the contract of guarantee must always be in writing. ഈ റൈറ്റിംഗ് ഓർ ഓറൽ എന്ന് പറയുന്നത് അതായത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാക്കാൽ പറയുന്നതോ അല്ലെങ്കിൽ എഴുതിയതോ ആവാം. ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് കൂടുതലും തന്നെയാണ് എഴുതപ്പെട്ട തന്നെ ആണ്. നമ്മുടെ സാധാരണ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് എഴുതിയിട്ട് തന്നെയായിരിക്കും ഫോം ചെയ്യുന്നത്. വാക്കാൽ പറയുന്നത് എന്താണ്, കുറവായിരിക്കും. അങ്ങനെയുള്ള കേസ് കുറവായിരിക്കും. അപ്പോൾ റൈറ്റിംഗ് ഓർ ഓറൽ എന്നാണ്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മേ ബി ഓറൽ ഓർ ഇൻ റൈറ്റിംഗ്. ഇത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ ഫീച്ചേഴ്സ്: എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്, 3 parties, 3 contracts, liability in existence, primary and secondary liability, writing. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ആണ്. അതിൽ ഒന്നാമത്തെ ഡിഫറൻസ് ഒക്കെ നമ്പർ ഓഫ് പാർട്ടീസ്. നമുക്കറിയാം, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞതാണ്, കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ 2 പാർട്ടീസാണുള്ളത്, ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും. ആരാണോ നഷ്ടം നികത്തുന്ന വ്യക്തി അവരെ ഇൻഡെംനിഫയർ എന്നും, ആർക്കാണോ നഷ്ടം ഉണ്ടാകുന്നത് അവരെ നമ്മൾ ഇൻഡെംനിഫൈഡ് എന്നും പറയും. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എടുത്താലോ, 3 പാർട്ടീസ് ഉണ്ട് അല്ലേ? ആരൊക്കെയാണ്? ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ഷുവർട്ടി. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ ഈ എമൗണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ ജാമ്യം നിൽക്കുന്നത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയാം. ഇനി ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ജാമ്യം നിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഡീഫോൾട്ട് വരുത്തുന്നത് അല്ലെങ്കിൽ ആരാണ്
ക്രെഡിറ്ററുടെ കയ്യിൽ നിന്ന് എമൗണ്ട് അല്ലെങ്കിൽ കടത്തിന് വാങ്ങുന്നത് അവരെ നമ്മൾ പ്രിൻസിപ്പാൾ ഡെപ്റ്റർ എന്നും, ആരാണോ ജാമ്യം നിൽക്കുന്ന വ്യക്തി അവരെ നമ്മൾ ഷുവർട്ടി എന്നും പറയും. അപ്പോൾ ഈ 3 പാർട്ടീസാണ് ഏതിലുള്ളത്? കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിലുള്ളത്. അപ്പോൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ 2 പാർട്ടീസും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസുമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റ് നോക്കാം. ഡിഫറൻസ് എഴുതുമ്പോൾ എപ്പോഴും എന്താണ് കോളം വൈസ് എഴുതുക. ഇങ്ങനെ പാരഗ്രാഫ് തിരിച്ച് എഴുതുന്നതിനേക്കാൾ ബെറ്റർ എന്താണ് കോളം വൈസ് 2 കോളം ആക്കിയിട്ട് എഴുതുന്നതാണ്. Then objective, a contract of indemnity is for the reimbursement of loss, whereas a contract of guarantee is for the security of a debtor, good conduct of an employee. ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി നമ്മൾ ഫോം ചെയ്യുന്നത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് ലോസ് ആണ്. അതായത് നഷ്ടം നികത്തി കിട്ടുക അല്ലെങ്കിൽ ഇൻഡെംനിഫൈ ദി ലോസിനെയാണ് നമ്മൾ ഇൻഡെംനിറ്റിയിൽ നമ്മൾ എയിം ചെയ്യുന്നത്. നമുക്കുണ്ടായ നഷ്ടം നികത്തുക എന്നുള്ളതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഡെപ്റ്റിന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ കടം എടുക്കുന്ന സമയത്ത് അതിന് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നിൽക്കുന്നതിനെയാണ് എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് കോൺട്രാക്ട്സ്, മൂന്നാമത്തെ ബേസിസ് ആണ് നമ്പർ ഓഫ് കോൺട്രാക്ട്സ്. നമുക്കറിയാം ഇൻഡെംനിറ്റി കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. അത് ഇൻഡെംനിഫയറും ഇൻഡെംനിഫൈഡും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഒരു കോൺട്രാക്റ്റ് മാത്രമേ ഉള്ളൂ. അത് കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഡെംനിഫയർ ആൻഡ് ഇൻഡെംനിഫൈഡ് അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ ആണ്. ഇനി കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എടുത്താൽ നമുക്കറിയാം 3 പാർട്ടീസ് ഉണ്ട്, 3 കോൺട്രാക്റ്റും ഉണ്ട്. ആ കോൺട്രാക്റ്റ് ആരൊക്കെ തമ്മിലാണ്? ഒന്ന് പ്രിൻസിപ്പാൾ ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിൽ, പ്രിൻസിപ്പാൾ ഡെപ്റ്ററും ഷുവർട്ടിയും തമ്മിൽ, ക്രെഡിറ്ററും ഷുവർട്ടിയും തമ്മിൽ. While in guarantee there are 3 contracts, one between the principal debtor and the creditor, the second between the creditor and the surety, and third between the surety and principal debtor. Okay, അപ്പോൾ 3 കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ ഉള്ളത്. Then nature of liability. In a contract of indemnity, the liability of the indemnifier is primary in nature, whereas in guarantee, the liability of the surety is secondary. That is, surety is liable only on the default of the principal debtor. Nature of liability പറയുന്നത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഇൻഡെംനിഫയറുടെ ലൈബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ലൈബിലിറ്റി ആണ്. അതായത് ഇൻഡെംനിറ്റി ഹോൾഡർക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ആര് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യണം? ഇൻഡെംനിഫയർ തന്നെ കോമ്പൻസേറ്റ് ചെയ്യണം. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പറയുന്നത് ഈ ഷുവർട്ടിയുടെ ലൈബിലിറ്റി എപ്പോഴും സെക്കൻഡറി ആണ്. പ്രിൻസിപ്പാൾ ഡെപ്റ്ററിന് തന്നെയാണ് പ്രൈമറി ലൈബിലിറ്റി ഉള്ളത്. പ്രിൻസിപ്പാൾ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ ആർക്ക് ആ ഒരു ലൈബിലിറ്റി കിട്ടൂ? ഷുവർട്ടിക്ക് ലൈബിലിറ്റി കിട്ടൂ. ഇനി പ്രിൻസിപ്പാൾ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തുന്ന കേസിൽ ഷുവർട്ടിക്ക് കിട്ടുന്ന ലൈബിലിറ്റി എന്ന് പറയുന്നത് ഏത് ലൈബിലിറ്റി മാത്രമാണ്? സെക്കൻഡറി ലൈബിലിറ്റി മാത്രമാണ്. പ്രൈമറി ലൈബിലിറ്റി എപ്പോഴും പ്രിൻസിപ്പാൾ ഡെപ്റ്ററിന് തന്നെയാണ്. ഷുവർട്ടിക്ക് ആകെ കിട്ടുന്നത് സെക്കൻഡറി ലൈബിലിറ്റി ആണ്. പ്രിൻസിപ്പാൾ ഡെപ്റ്റർ ഫെയിൽ ആവുന്ന കേസിൽ അല്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തുന്ന കേസിൽ മാത്രമേ ആര് പേ ചെയ്യണ്ടൂ? ഷുവർട്ടി പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നെക്സ്റ്റ് 5th one, request by the debtor. In a contract of indemnity, the indemnifier acts independently without any request of the debtor or the third party, whereas in guarantee it is necessary that the surety should give the guarantee at the request of the debtor. ഇവിടെ റിക്വസ്റ്റ് ബൈ ദ ഡെപ്റ്ററിൽ പറയുന്നത് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയുടെ കേസിൽ ഇൻഡെംനിഫയർ എന്ത് ചെയ്യണം? ആക്ട്സ് ഇൻഡിപെൻഡൻ്റ്ലി വിത്തൗട്ട് എനി റിക്വസ്റ്റ് ഓഫ് ദ ഡെപ്റ്റർ. അതായത് ഒരു തേർഡ് പാർട്ടിയും അല്ലെങ്കിൽ ഡെപ്റ്റർ ഒന്നും പറയാതെ തന്നെ അല്ലെങ്കിൽ ഇൻഡെംനിറ്റി ഹോൾഡർ ഒന്നും പറയാതെ തന്നെ എന്ത് ചെയ്യണം? ഇൻഡെംനിഫയർ ഇൻഡെംനിറ്റി ഹോൾഡർക്ക് ഉണ്ടായ നഷ്ടം നികത്തി കൊടുക്കണം. അതിന് ഇൻഡെംനിറ്റി ഹോൾഡർ പ്രത്യേകിച്ച് റിക്വസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യണം? ഇൻഡെംനിഫയറുടെ ഡ്യൂട്ടിയാണ് അത് എന്താണ് ഇൻഡെംനിഫൈ ചെയ്യാനുള്ളത്. പക്ഷേ ഈ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എത്തുന്ന സമയത്ത് പ്രിൻസിപ്പാൾ ഡെപ്റ്ററിൻ്റെ റിക്വസ്റ്റ് പ്രകാരം മാത്രമേ എന്ത് ചെയ്യൂ? ഷുവർട്ടി അവിടെ ആക്ട് ചെയ്യൂ. കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയുടെ കേസിൽ പ്രിൻസിപ്പാൾ ഡെപ്റ്ററിൻ്റെ എന്താണ് റിക്വസ്റ്റിൻ്റെ പുറത്ത് മാത്രമേ എന്ത് ചെയ്യൂ? ഷുവർട്ടി ആക്ട് ചെയ്യൂ അല്ലെങ്കിൽ ഷുവർട്ടി എന്ത് ചെയ്യൂ? ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യൂ. ഇനി എക്സിസ്റ്റിംഗ് ഡെപ്റ്റർ ഡ്യൂട്ടി. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ there need not be any existing debtor duty on the part of the indemnifier, but in guarantee there should be debtor duty in existence, the performance of which is guaranteed by the surety. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫീച്ചർ പറയുമ്പോൾ പറഞ്ഞതാണ് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ ആ ഒരു ഡെപ്റ്റ് ഇപ്പം നിലവിലുണ്ടാവണമെന്നില്ല. ഓക്കെ, കഴിഞ്ഞു പോയതിന് നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ളത് നമുക്ക് ചെയ്യാം. അതായത് ഇപ്പം നിലവിലുണ്ടാവണം എന്നില്ല, ടൈം ബാർഡ് ആയതിലും കുഴപ്പമില്ല. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി വരുമ്പോൾ
ടൈം ബാർഡ് ആയതോ വോയിഡ് ആയതിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നിലവിൽ എക്സിസ്റ്റൻസ് ഉള്ളതിന് മാത്രമേ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. Then right to sue. In a contract of guarantee, the surety can proceed against the principal debtor after discharging his debt, but in the indemnity, the indemnifier cannot sue the third party for his loss. Right to sue എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ, അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഷുവർട്ടി ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റർക്ക് പേ ചെയ്യും. ആദ്യം നിങ്ങൾ ക്രെഡിറ്റർ ആരാണെന്നും പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആരാണെന്നും ദെൻ ഷുവർട്ടി ആരാണെന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ റൈറ്റ് ടു സ്യൂ എന്ന പോയിന്റിൽ പറയുന്നത്, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയിൽ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഷുവർട്ടി എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ട് പേ ചെയ്യും. ഷുവർട്ടി ഇത് പേ ചെയ്ത് കഴിഞ്ഞാൽ ഷുവർട്ടിക്ക് പിന്നീട് എന്ത് ചെയ്യാം, ഷുവർട്ടി അടച്ച ഈ പൈസ പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാം, പിന്നീട് അത് ക്ലെയിം ചെയ്ത് വാങ്ങാൻ വേണ്ടി പറ്റും. ഇനി പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഇങ്ങനെ തരുന്നില്ലെങ്കിൽ, ചോദിച്ചിട്ട് തരുന്നില്ലെങ്കിൽ, പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെതിരെ ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്യാം. ഇൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ദ ഷുവർട്ടി ക്യാൻ പ്രൊസീഡ് അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആഫ്റ്റർ ഡിസ്ചാർജിങ് ഹിസ് ഡെപ്റ്റ്. അതായത് പ്രിൻസിപ്പൽ ഡെപ്റ്ററിന് വേണ്ടി പ്രിൻസിപ്പൽ ഡെപ്റ്റർ ഡീഫോൾട്ട് വരുത്തിയ കേസിൽ ഷുവർട്ടി അത് ക്രെഡിറ്റർക്ക് പേ ചെയ്തു. ഇത് പേ ചെയ്ത ശേഷം ഷുവർട്ടിക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പൽ ഡെപ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ഈ എമൗണ്ട് തിരിച്ചു വാങ്ങാം. ഇതിനകത്ത് പ്രിൻസിപ്പൽ ഡെപ്റ്റർ തരുന്നില്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡെപ്റ്ററിനെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഷുവർട്ടിക്ക് ഉണ്ട്. പക്ഷേ കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡെംനിഫയർക്ക് ഒരിക്കലും ഒരു തേർഡ് പാർട്ടീനെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തേർഡ് പാർട്ടിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ റിട്ടൺ ഓർ ഓറൽ. കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി മേ ബി റിട്ടൺ ഓർ ഓറൽ ഇൻ ഇന്ത്യൻ ലോ, ബട്ട് അണ്ടർ ഇംഗ്ലീഷ് ലോ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് ഓറൽ ആവാം, റിട്ടൺ ആവാം. ഇനി ഇംഗ്ലീഷ് ലോ പ്രകാരം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, റൈറ്റ്, അതായത് റിട്ടൺ ഫോമിൽ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോ